എക്സിറ്റ് പോളിന്റെ ഫലം പുറത്തു വന്നിരിക്കുന്നു. വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ തന്നെയും ആകാംക്ഷയോടെയാണ് എക്സിറ്റ് പോൾ ഫലം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ, നേതാക്കൾ, സമ്മതിദായകരൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോള് ബഹുഭൂരിപക്ഷം സീറ്റും LDFിന് അനുകൂലമായിരുന്നു എന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. എന്നാൽ ഇന്നത് UDFിന് അനുകൂലമായി മാറിയിരിക്കുന്നു. ബഹുഭൂരിപക്ഷം സീറ്റുകളിൽ UDFിനാണ് എന്ന എക്സിറ്റ് പോൾ ഫലം അല്ല. എങ്കിലും മുൻതൂക്കം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കാണെന്നുള്ള നിലയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. അതിനെ ആദ്യം നിരാകരിച്ചത് കോൺഗ്രസ് നേതാവ് ശ്രീ KC വേണുഗോപാൽ തന്നെയാണ്. നാലാം എക്സിറ്റ് പോളിനൊന്നും വലിയ പ്രാധാന്യമില്ല. അത് നാലാം തീയതി ഫലം വരുമ്പോൾ മാത്രമേ അത് വ്യക്തമാവൂ എന്ന അഭിപ്രായം ആദ്യം പറഞ്ഞത് കോൺഗ്രസ് നേതാവായ ശ്രീ KC വേണുഗോപാൽ തന്നെയാണ്. പിന്നീട് പല നേതാക്കളും അത് ആവർത്തിച്ചുവെങ്കിലും ഇരു മുന്നണികൾക്കും ഉള്ളിൽ അങ്കലാപ്പുണ്ട്. എക്സിറ്റ് പോൾ ഫലം തന്നെ ഏകദേശം ഒരു ആവറേജ് കണക്കെടുത്താൽ 3 or 4 അതല്ലെങ്കിൽ പരമാവധി 5 സീറ്റുകളുടെ വ്യത്യാസമേ കാണാൻ കഴിയുന്നുള്ളൂ. ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും 4 or 5 അധികം സീറ്റുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടാം എന്ന നിലയിലാണ് എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ചിരിക്കുന്നത്. എന്നാൽ എക്സിറ്റ് പോളെല്ലാം പൂർണ്ണമായി ശരിയായ ചരിത്രമില്ല. എക്സിറ്റ് പോളെല്ലാം തെറ്റിയ ചരിത്രവുമുണ്ട്, ശരിയായ ചരിത്രവുമുണ്ട്, തെറ്റിയ ചരിത്രവുമുണ്ട്. ഹരിയാനയിലും ബീഹാറും ഒക്കെ അതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് ഇവിടുത്തെ എക്സിറ്റ് പോൾ തെറ്റും എന്നർത്ഥമില്ല. എക്സിറ്റ് പോൾ അത് അതിൻ്റെതായ പ്രാധാന്യമേ അതിനുള്ളൂ എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. എന്തായാലും 99 നിയമസഭാ സീറ്റുകൾ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് LDFിന് ഇത്രയധികം എക്സിറ്റ് പോൾ ഫലം ഏകദേശം രൂപം എടുത്തു നോക്കിയാലും ഇനി ഒരു പക്ഷേ LDF ആണ് അധികാരത്തിൽ വരുന്നെങ്കിൽ തന്നെയും കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച സീറ്റിനേക്കാൾ എത്രയോ കുറവായിരിക്കും ഇപ്രാവശ്യം ലഭിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സർക്കാരിനൊക്കെ ഒരു ഷോക്ക് കൊടുക്കുകയാണ് ജനങ്ങൾ ചെയ്തത്. എന്നാൽ അത് വേണ്ട വിധത്തിൽ, വേണ്ട ഗൗരവത്തിൽ അത് ഉൾക്കൊണ്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ആ സർക്കാരിനെ നയിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടുന്ന പ്രസ്ഥാനങ്ങൾ, മുന്നണി, ആ മുന്നണിയെയെല്ലാം അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെയെല്ലാം പലപ്പോഴും ആ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായങ്ങളെ, ആ പ്രസ്ഥാനത്തോട് അഭിപ്രായങ്ങളെ ചോദിക്കാതെയും ആ മുന്നണിയുടെ അഭിപ്രായങ്ങൾക്ക് അതിൻ്റെതായ ഗൗരവം കൊടുക്കാതെയുമൊക്കെ ഒരു പ്രത്യേക നിലപാടിൽ നിന്നുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പാർട്ടിയും സർക്കാരും
സീറ്റിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന വിമർശനം അത് പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നപ്പോഴും സ്വന്തം പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നപ്പോഴും അതിനെയെല്ലാം ജാഗ്രതയോടെ നോക്കിക്കാണുന്നതിന് പകരം അതിനെയെല്ലാം സ്വയം വിമർശനപരമായി എടുക്കുന്നതിന് പകരം അതെല്ലാം പരമാവധി നിസ്സാരവൽക്കരിക്കാനാണ് ശ്രമിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് എല്ലാം കണക്കിലെടുത്ത് ഈ തിരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളിന്റെ ഫലവും കണക്കിലെടുത്ത് വിലയിരുത്തുമ്പോൾ LDF ഭരണത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വശത്ത് മാറ്റി നിർത്തിയാൽ സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. 99 സീറ്റ് കൈവശപ്പെടുത്തിക്കൊണ്ട് സീറ്റ് ജനങ്ങൾ നൽകിക്കൊണ്ട് ഭരണത്തിൽ കയറ്റിയ പ്രസ്ഥാനം ആ സീറ്റുകളിൽ നിന്ന് വളരെ ചോർച്ച, വളരെ കുറവ് വരും എന്ന കാര്യത്തിലും സംശയം വേണ്ട. ഇതെല്ലാം തിരുത്തി, വളരെ നേരത്തെ തന്നെ തിരുത്തി വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം വിമർശനപരമായി കാര്യങ്ങളെ കണ്ടുകൊണ്ട് തദ്ദേശീയ തിരഞ്ഞെടുപ്പ് ഒരു അനുഭവ പാഠമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേടാമായിരുന്നു. അതിൽ പാളിച്ച സംഭവിച്ചോ ഇല്ലേ എന്നുള്ള എല്ലാം മെയ് 4 ശേഷം തീരുമാനിക്കാം. അതുവരെ ചർച്ചയും അഭിപ്രായങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മെയ് 4 ഉച്ചയോടുകൂടി ഫലം പൂർണ്ണമായി അല്ലെങ്കിൽ കേരളം ആര് ഭരിക്കുമെന്ന ഏകദേശ രൂപം കിട്ടുമ്പോൾ രാഷ്ട്രീയമായി പാളിച്ച വന്നത് ഏത് ഭാഗത്താണെന്ന് ഇരു വിഭാഗങ്ങളും ഇരു മുന്നണികളും തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ നയപരിപാടികൾ രൂപീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സ്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ജനങ്ങളുടെ വീക്ഷണങ്ങളെല്ലാം അത് അറിയിക്കുന്ന ഗൗരവത്തിൽ തന്നെ പഠിച്ചുകൊണ്ടാവണം പിന്നീടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ. അതുണ്ടായില്ലെങ്കിൽ ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ കേരളത്തോട് അടുത്ത് നിൽക്കുന്ന തമിഴ്നാട്ടിൽ അവിടെ ഇന്നലെ പറന്നു വീണ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു സിനിമാ നടന്റെ പേരിൽ അല്ലെങ്കിൽ സിനിമാ നടൻ മുൻകൈയെടുത്ത് രൂപീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം, അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നില്ല എങ്കിൽ തന്നെ കഴിയാതെ വന്നാലും അവർക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം വളരെ ഗൗരവമുള്ളതാണ്. തമിഴ്നാട് രാഷ്ട്രീയം കുറെ കാലമായി ശ്രീ MG രാമചന്ദ്രന്റെ കാലഘട്ടം തൊട്ട് സിനിമയെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അതിനു മുമ്പ് തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായിരുന്നു. അത് ക്ഷയിച്ച് സിനിമാക്കാരുടെ കയ്യിലെത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം മാറി. അതിൽ നിന്ന് വ്യത്യസ്തമായി കരുണാനിധിക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ MK സ്റ്റാലിൻ ഒരു പുതിയ രാഷ്ട്രീയ വീക്ഷണത്തോടുകൂടി ആ നാട്ടിന്റെ ഭരണം കൈയേൽക്കുകയും ഏറെക്കുറെയൊക്കെ വലിയ പരിക്കൊന്നുമില്ലാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഒരു സിനിമാ നടൻ പുതിയ
രാഷ്ട്രീയ പ്രസ്ഥാനവുമായി വന്നതും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാൻ പോയവർക്കുണ്ടായ ചില ദുരന്തങ്ങൾ, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം സീറ്റുകൾ നേടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതോടൊപ്പം തന്നെ കേരളത്തോടൊപ്പം തന്നെ ഇലക്ഷൻ നടന്ന പശ്ചിമ ബംഗാൾ, അവിടെ BJP അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ 34 വർഷം CPIM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഭരിച്ച ഒരു സംസ്ഥാനമാണ്. അവരിൽ നിന്നാണ് കോൺഗ്രസ് സംസ്കാരത്തിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച് പ്രവർത്തിച്ച് ആ ഭരണം പിടിച്ചെടുത്തത്. ഈ തെരഞ്ഞെടുപ്പ് ഈ ഭരണമാറ്റം വരുമെങ്കിൽ അതുവരെ അവരുടെ കയ്യിലായിരുന്നു ഒരു പരിധിവരെ ബംഗാൾ രാഷ്ട്രീയം. അത് ഇനി BJP-യുടെ കയ്യിലേക്ക് പോകുമോ എന്നുള്ളത് അതും ഈ 4-ാം തീയതി അറിയാം. 4-ാം തീയതി ഉച്ചയോട് അല്ലെങ്കിൽ ഉച്ച കഴിയുമ്പോഴോ അതിൻ്റെ രൂപവും കിട്ടും. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ജനാധിപത്യ സംവിധാനത്തിൽ യജമാനൻ ജനങ്ങളാണ്. ആ ജനങ്ങളെ മറന്നുകൊണ്ട്, ആ ജനങ്ങളുടെ താല്പര്യങ്ങളെ ധിക്കരിച്ചുകൊണ്ട്, ആ ജനങ്ങളുടെ ആഗ്രഹങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഏറെക്കുറെയൊക്കെ വ്യക്തമാവും. അതുവരെ കാത്തിരിക്കാം.